എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ കടലാസ് ചെടി എന്നറിയപ്പെടുന്ന ബൊഗൈൻവില്ല അല്ലേ. പല നിറത്തിലും പല ഡിസൈനിലും പല വെറൈറ്റിയിലും കണ്ടുവരുന്ന ഈ ഒരു ചെടി എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ്. ഇത് പ്രത്യേകിച്ച് ഇതിൻ്റെ കളർ കോമ്പിനേഷനും അങ്ങനെ പല വെറൈറ്റിയിലും ഈ ഒരു ചെടി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ കാണുന്നതൊക്കെ പല ടൈപ്പ് നമ്മൾ മേടിച്ച് വെക്കാറുണ്ട്. ഹൈബ്രിഡ് ആയാലും നാടൻ വെറൈറ്റി ഒക്കെ നമ്മൾ വാങ്ങിച്ച് വെക്കാറുണ്ട്. കൂടുതൽ കെയറിങ് ഇല്ലാതെ തന്നെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മുടെ ബൊഗൈൻവില്ല. എന്നാലും നമ്മൾ ഈ മഴക്കാലത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അടുത്ത സീസണിലേക്ക് നന്നായിട്ട് പൂക്കൾ തരും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും നടാനും എളുപ്പമാണ്. എന്നാൽ കൂടുതൽ കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, കൂടുതൽ വളങ്ങളുടെ ആവശ്യങ്ങളൊന്നും ഇല്ലാതെ അത്യാവശ്യം നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് കടലാസ് ചെടി. അപ്പോൾ നമ്മൾ ഈ മഴയുടെ സീസണൊക്കെ വന്നു കഴിഞ്ഞാൽ ചെടി കുറേ പേര് ചോദിക്കുന്നുണ്ട്, മഴ സമയത്ത് നമ്മുടെ ചെടി നശിച്ചു പോവുമോ, എപ്പോൾ പ്രൂൺ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മഴയുടെ സീസണിൽ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത് ചെടി നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ കൂടുതൽ വെള്ളങ്ങൾ കെട്ടിക്കിടക്കുന്ന സമയത്ത് നമ്മുടെ ചെടി വാർന്നു പോകാൻ പറ്റുന്ന ഭാഗമാണോ അതിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ട് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് നോക്കേണ്ടത് മഴക്കാല സമയത്ത് നമ്മുടെ ചെടി പരമാവധി നമ്മുടെ ചെടി ഇപ്പോൾ നല്ല ഹൈബ്രിഡായിട്ടുള്ള ചെടികളും ചില മഴ സമയത്ത് പൂക്കൾ തരുന്ന ചെടികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ചെടികളും നന്നായിട്ട് പൂക്കളൊക്കെ തന്നുകൊണ്ടിരിക്കുന്ന ചെടികളൊക്കെ ആണെങ്കിൽ നമ്മൾ പരമാവധി ആ മഴയത്തിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ഷെയ്ഡിൽ എവിടെയെങ്കിലും കൂട്ടി മാറ്റി വയ്ക്കണം നല്ലതാണ്. കാരണം കൂടുതലായിട്ട് മഴ പെയ്യുന്നതനുസരിച്ച് ചെടിയിൽ വെള്ളം കെട്ടിക്കിടക്കാനും പിന്നെ അതുപോലെ ചെടികളെല്ലാം കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് പ്രൂൺ ചെയ്യേണ്ട ഏറ്റവും നല്ല സമയം ഏതാണ്. നമ്മുടെ ചെടി പ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ മഴ തുടങ്ങുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ചെടി നന്നായിട്ട് വളർന്ന കുറച്ച് അതായത് ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുമല്ലോ, നന്നായിട്ട് ഇലകളായിട്ട് നന്നായിട്ട് വളരും. അപ്പോൾ നമ്മൾ ആ ചെടിയുടെ ആ തുമ്പ് ഭാഗം മാത്രം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ടത് ഏകദേശം ജൂലൈ പകുതി അല്ലെങ്കിൽ ജൂലൈ അവസാനമൊക്കെ ആകുമ്പോഴാണ്. നമ്മൾ ഓഗസ്റ്റ് ആദ്യമൊക്കെ ആകുമ്പോൾ നമുക്ക് ചെടി നന്നായിട്ട് ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഹാർഡ് പ്രൂണിങ് നന്നായിട്ട് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് അടുത്ത ഒക്ടോബർ ഡിസംബർ മാസത്തിലാണ് മഞ്ഞുകാലമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നന്നായിട്ട് നമുക്ക് പൂക്കൾ തരുന്ന സമയമാണ്. ആ സമയത്ത് നന്നായിട്ട് പൂക്കൾ തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത്, അതായത് മഴ ഒന്നും പകുതിയായി ഒന്നും വരുന്ന സമയമൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ചെടി നന്നായിട്ട് ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ പൂക്കളൊക്കെ നന്നായിട്ട് തരുള്ളൂ. അതുപോലെ ഷെയ്ഡിലോട്ട് മാറ്റി വയ്ക്കുക. കൂടുതൽ മഴ കൊള്ളുന്ന ഒരു ചെടിയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഷെയ്ഡിലോട്ട് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ സൂര്യപ്രകാശം കിട്ടുന്ന സമയത്ത് ചെടി സൂര്യപ്രകാശത്തോട്ട് വയ്ക്കാം. പിന്നെ ചെടിയുടെ ചോട് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മുടെ ചെടിയുടെ ചോട്ടിൽ വെള്ളം വാർന്നു പോകുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മൾ എന്തെങ്കിലും കമ്പി വെച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് കുത്തി കൊടുക്കുക. പിന്നെ അതിൻ്റെ അടിയിലത്തെ ഹോള് അടഞ്ഞിരിക്കണ്ടോ എന്ന് നോക്കുക. വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്നുണ്ടോ എന്ന് നോക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പല വെറൈറ്റിയിലും നമ്മൾ പൈസ കൊടുത്തൊക്കെ നമ്മുടെ ചെടി വാങ്ങിച്ച് വെക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഈ മഴക്കാല സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ചെടി പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ഇതുപോലെ ചെടി ഇങ്ങനെ പന്തലിച്ച് നിൽക്കുന്നേ ഉള്ളൂ, പൂക്കളില്ലെന്ന്. അങ്ങനെ പന്തലിച്ച് നിൽക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് നല്ല മഴയുള്ള സമയത്താണ് ഈ ചെടി നന്നായിട്ട് നമുക്ക് കമ്പ് പകുതിയോളം മുറിച്ചു കൊടുക്കാം. പക്ഷേ നമ്മൾ ഓഗസ്റ്റ് ആദ്യം അല്ലെങ്കിൽ ജൂലൈ അവസാനമൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ചെടി താഴ്ത്തി ഒന്ന് ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കാം. എല്ലാ പ്ലാന്റ്സും നമ്മുടെ ബൊഗൈൻവില്ല എല്ലാം നമുക്ക് നന്നായിട്ട് ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരിക്കലും ഈ ഒരു സമയത്ത് ചെയ്ത് കൊടുക്കരുത്. വളം എപ്പോഴും ചെയ്ത് കൊടുക്കേണ്ടത് മഴയെല്ലാം മാറി ചെടി ഒന്ന് ഉഷാറായതിന് ശേഷം മാത്രം നമ്മൾ വളങ്ങൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ വളങ്ങൾ എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ കമ്പ് നടുന്ന സമയം എന്ന് പറഞ്ഞത് ഒരു ഓഗസ്റ്റ് ആദ്യമൊക്കെ ആകുമ്പോൾ നമുക്ക് കമ്പുകളൊക്കെ മുറിച്ച് നടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഹാർഡ് പ്രൂണിങ് ചെയ്യുന്ന കമ്പുകളെല്ലാം നമുക്ക് പുതിയതായിട്ട് നട്ടു കൊടുക്കാം. പിന്നെ ഹൈബ്രിഡ് ആണെങ്കിൽ ചെറിയ അതിൻ്റെ തുമ്പ് ഭാഗം മുറിച്ചിട്ട് നമുക്ക് ചെറിയ പോട്ടിൽ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് പൊടിപ്പിച്ചെടുക്കാം. പിന്നെ നമുക്ക് കറ്റാർവാഴ തണ്ടിൽ വെച്ചിട്ട് നല്ല കട്ടിയുള്ള കമ്പുകളാണെങ്കിലും മുറിച്ച് നട്ട് പിടിപ്പിക്കാം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ബൊഗൈൻവില്ല ഈ മഴക്കാല സമയത്ത് നന്നായിട്ട് കെയർ ചെയ്ത് കൊണ്ടുപോകാം. നന്നായിട്ട് പടർന്ന് നിൽക്കുന്ന കമ്പുകൾ മാത്രം നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക. ഈ പ്രൂണിങ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ഈ ഒരു സമയത്ത് മഴക്കാല സമയത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പ്രൂണിങ് ചെയ്ത് കൊടുക്കുകയാണ്.
അതുപോലെ തന്നെ മഴ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചെടിയുടെ ചോട് ഭാഗം അടിഭാഗം എപ്പോഴും മഴയൊക്കെ കൊള്ളുന്ന സമയത്ത് ചെടിയുടെ അടിഭാഗം ഒന്ന് ഇളക്കം വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കൂടുതൽ നമ്മളത് എന്താ പറയുക, അത് മാറ്റി നടാനോ അല്ലെങ്കിൽ റീപ്പോർട്ട് ചെയ്യാനോ ഒന്നും നിൽക്കരുത്. അതിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കമ്പുകൾ നന്നായിട്ട് കുത്തി വെച്ചിട്ട് അത് നന്നായിട്ട് കെട്ടിക്കൊടുക്കുക. അത് ആ ഒരു ചെടി, അങ്ങനെ വരുന്ന ചെടി ഒരിക്കലും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കാനോ പറിച്ച് വെക്കാനോ അല്ലെങ്കിൽ കട്ട് ചെയ്യാനോ ഒന്നും നിൽക്കരുത്. അതിനൊരു സപ്പോർട്ട് കൊടുത്ത് നന്നായിട്ട് കെട്ടി നന്നായിട്ട് കൊടുക്കുക. പിന്നെ ഉണ്ടാവുന്ന പൂക്കൾ, കൊഴിയുന്ന പൂക്കളെല്ലാം കംപ്ലീറ്റ് നമ്മൾ നന്നായിട്ട് പറിച്ച് കംപ്ലീറ്റ് മാറ്റുക ചെടിയിൽ നിന്ന്. അത് ചീഞ്ഞ് കിടന്ന് മഴ സമയത്തൊക്കെ ചെടിക്ക് ആവശ്യമില്ലാത്ത അസുഖങ്ങളും കാര്യങ്ങളും വരും, ചെടി നന്നായിട്ട് ചീഞ്ഞ് പോകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മഴ സമയത്ത് നമ്മൾ ബൊഗെയിൻവില്ലയിൽ ശ്രദ്ധിക്കണം. മഴ പെയ്യുന്ന സമയത്ത് ചെടിയുടെ ചോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെടിച്ചട്ടി എപ്പോഴും നീറ്റായിട്ട് ഇരിക്കണം ബൊഗെയിൻവില്ലയിൽ. അതുപോലെ തന്നെ ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന ബൊഗെയിൻവില്ല ചെടിയാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കുക. അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ വെള്ളം ചോർന്ന് പോകുന്നുണ്ടോ എന്ന് നോക്കുക. അതിൻ്റെ ഹോൾസ് എല്ലാം അടഞ്ഞിരിക്കാതെ നന്നായിട്ട് ഒന്ന് കുത്തി നോക്കുക. പിന്നെ അതുപോലെ നമ്മുടെ ചട്ടിയുടെ ഉള്ളിൽ കളകളുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം എടുത്ത് പറിച്ച് മാറ്റുക. പിന്നെ ഈ ചട്ടി എപ്പോഴും നീറ്റായിട്ട് ഇരിക്കണം കേട്ടോ. ഇതിപ്പോൾ വേനൽ സമയത്ത് നമ്മൾ ഇതിനകത്ത് പൂക്കളെല്ലാം ഇട്ട് ചെടിയുടെ ഒന്ന് കെയർ ചെയ്യണതാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ മഴ സമയത്ത് നമ്മുടെ ചെടിയുടെ ചോട് നല്ല ക്ലീൻ ആയിരിക്കണം. എല്ലാം നമ്മൾ കംപ്ലീറ്റ് എല്ലാം പെറുക്കി കളകളെല്ലാം മാറ്റി നല്ല ക്ലീൻ ആയിട്ടിരിക്കണം നമ്മുടെ പോട്ട്. പിന്നെ അതുപോലെ വെള്ളം കെട്ടിക്കിടക്കാതെ വെള്ളം എപ്പോഴും ചെരിച്ച് നോക്കുക. പരമാവധി നമ്മൾ ചെടിച്ചിൽ ഹൈബ്രിഡ് ഇനങ്ങളെല്ലാം നമ്മളൊന്ന് മാറ്റി വയ്ക്കണമായിരിക്കും നല്ലത്. അതുപോലെ സൂര്യപ്രകാശമുള്ള സമയത്ത് നമ്മുടെ ചെടി ഒന്ന് സൂര്യപ്രകാശം കൊള്ളിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നെക്സ്റ്റ് ഒക്ടോബർ നവംബർ മാസങ്ങളിലേക്ക് നല്ല രീതിയിൽ ഡിസംബർ മാസങ്ങളിലേക്ക് നന്നായിട്ട് പൂക്കൾ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഓർക്കും ഈ മഴ സമയത്ത് ഒട്ടും പൂക്കളുണ്ടാവുന്നില്ല, വെറുതെ ഇങ്ങനെ പന്തലിച്ച് നിൽക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും വളപ്രയോഗം ചെയ്യാൻ വേണ്ടി നിൽക്കും. അപ്പോൾ അതൊരു വലിയൊരു മിസ്റ്റേക്കാണ്. ഒരിക്കലും ഈ മഴ സീസൺ സമയത്ത്, മഴ നന്നായിട്ട് പെയ്യുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ വളം ചെയ്ത് കൊടുക്കരുത്. വളം ചെയ്ത് കൊടുക്കേണ്ടത് എപ്പോഴും മഴയെല്ലാം ഒന്ന് മാറി ചെടികളെല്ലാം ഒന്ന് ഹാർഡ് പ്രൂണിങ് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രം. ഒന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല നമുക്ക് മഴ എപ്പോഴാണ് മാറുന്നത്. എന്നാലും നമുക്കൊരു ഓഗസ്റ്റ് അത് ആകുമ്പോഴേക്കും നമുക്ക് മഴയൊക്കെ ഏകദേശം ഒന്ന് നിൽക്കും. ആ ഒരു സമയത്ത് നന്നായിട്ട് ഹാർഡ് പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിൽ വളം ചെയ്ത് കൊടുക്കാം. നമ്മുടെ കൂടുതൽ ചെടിയിൽ വെള്ളം കൊള്ളാതിരിക്കുകയാണ് നമ്മൾ ഷെയ്ഡിലോട്ട് വെക്കാൻ പറഞ്ഞത്. അപ്പോൾ ഷെയ്ഡിൽ വെക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടും വായുസഞ്ചാരം ഇല്ലാത്ത സ്ഥലത്തൊന്നും കൊണ്ടുപോയി വെക്കരുത്. അത്യാവശ്യം നല്ല വെളിച്ചവും വായുവൊക്കെ കിട്ടുന്ന സ്ഥലത്ത് നമ്മുടെ ചെടി വെക്കുക. പിന്നെ ഇതിൻ്റെ ചോട്ടിലെ കളകൾ കംപ്ലീറ്റ് മാറ്റാം കേട്ടോ. ഇതിപ്പോൾ ചൂട് സമയമായതുകൊണ്ട് മാത്രമാണ് അത് പൂക്കളെല്ലാം കിടക്കുന്നത്. പിന്നെ ഈ പൂക്കളെല്ലാം കംപ്ലീറ്റ് പറിച്ച് കളഞ്ഞ് ആവശ്യമില്ലാത്ത ചീഞ്ഞ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞ് നല്ല നീറ്റാക്കി വെക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ.